ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രാവൽ വ്ളോഗോ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗോ അങ്ങനെയുള്ള ഒന്നുമായിട്ടല്ല. ഞാൻ എൻ്റെ ജോലിയെക്കുറിച്ച് ഇതുവരെ എൻ്റെ വ്ളോഗിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് വ്ളോഗിൻ്റെ ഇടയിൽ എൻ്റെ ഈ ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ടായിരിക്കും വ്ളോഗിലുണ്ടാകും. കോഴിക്കോടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ഡയറ്റീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ ഡയറ്റ് ഫോളോ ചെയ്തിട്ടൊക്കെ നമുക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് കാണുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് തന്നെ പോയി കൺസൾട്ട് ചെയ്ത് അവർ കൗൺസിലിംഗ് ചെയ്യുന്നതിനനുസരിച്ച് വേണം നമ്മളുടെ ഡയറ്റ് മുന്നോട്ട് പോകാനായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രീൻ ടീയെക്കുറിച്ച്. ഒത്തിരിയേറെ നമുക്ക് മാസികയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ആണെങ്കിലും ഒക്കെ നമ്മൾ ഗ്രീൻ ടീനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗ്രീൻ ടീ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സാധാരണ ചായയിൽ നിന്നും ഗ്രീൻ ടീ വ്യത്യസ്തമാകുന്നത് തേയിലകളിൽ നിന്നും തളിരിലകൾ മാത്രം നുള്ളിയെടുത്ത് അതിനെ ആവി കയറ്റി ഉണക്കിയെടുക്കുന്നതാണ് ഗ്രീൻ ടീ. നല്ലപോലെ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയതാണ് തേയില. എന്നാൽ നമ്മളിലെത്തുന്ന ചായപ്പൊടി ഈ ഗുണങ്ങൾ ലഭിക്കുന്നില്ല. കാരണം ചായപ്പൊടി നല്ലപോലെ ഓക്സിഡേഷൻ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മളിലെത്തുന്നത്. അതിനാലാണ് അതിന് കറുപ്പ് നിറം ലഭിക്കുന്നത്. കഫേൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ. വിവിധ സസ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഉത്തേജകമാണ് കഫെയിൻ. കഫെയിൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ചായ, കാപ്പി, അതുപോലെ തന്നെ ഊർജ്ജപാനീയങ്ങൾ, ചോക്ലേറ്റ്സുകൾ എന്നിവയിലൊക്കെ കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. കഫെയിൻ ഉപയോഗം കൂടുതലായാൽ ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദവും അനുഭവപ്പെട്ടേക്കാം. വിവിധ തരത്തിലുള്ള ഗ്രീൻ ടീകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ടീ ബാഗുകളായും ഇലകൾ മാത്രമായും അതുപോലെ ഗ്രീൻ ടീ സപ്ലിമെൻറ്റുകളായും ക്യാപ്സ്യൂളുകളായും പാനീയങ്ങളായും ലഭിക്കുന്നതാണ്. ഇനി എന്തെല്ലാം ഗുണങ്ങളെന്ന് നോക്കാം. ആദ്യം തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീയിൽ കാറ്റക്കൈൻ എന്ന ഒരു തരം പോളിഫീനോൾ അടങ്ങിയിട്ടുണ്ട്. കോശങ്ങളുടെ കേടുപാടുകൾ തടയാനും മറ്റ് ആരോഗ്യ ഗുണങ്ങൾ നൽകാനും സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് കാറ്റക്കൈൻസ്. അതുപോലെ ശരീരത്തിലെ കൊഴുപ്പ് കളയാനും സഹായിക്കുന്നു. കൂടാതെ ക്യാൻസർ പോലുള്ളവയെ ചെറുക്കാൻ സഹായിക്കുന്നു. അതുപോലെ വയറിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹൃദയ ആരോഗ്യത്തിനും ഗുണകരം തന്നെ. ബാഡ് കൊളസ്ട്രോളായ LDLനെ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ പക്ഷാഘാതവും സ്ട്രോക്കും ഹൃദ്രോഗവും തടയുന്നു. ശരീരത്തിലെ ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നത് വഴി ഹാർട്ട് ഡിസീസും സ്ട്രോക്കിനെയും തടയാനും സാധിക്കുന്നു. രക്തത്തിലെ അമിത പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ആൻസൈറ്റി, സ്ട്രെസ് പോലുള്ളവയെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഗ്രീൻ ടീയിലെ ആൻറ്റി ഓക്സിഡൻറ്റ് നിങ്ങൾക്ക് ചെറുപ്പവും ആരോഗ്യകരവുമായ ചർമ്മം നൽകുന്നു. അതുപോലെ തന്നെ ഗ്രീൻ ടീയിലെ കാറ്റക്കൈൻസ് നിങ്ങളുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ആക്കി വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇനി ഒരു ദിവസത്തെ റെക്കമെൻഡേഷൻ നോക്കാം. സാധാരണ നമ്മൾ ഗ്രീൻ ടീ 1 to 3 കപ്സ് വരെയാണ് എടുക്കാറ്. ഒരു അഡൽട്ടിന് 3 to 5 കപ്സ് വരെയാണ് ഡെയിലി ഇൻടേക്ക് പറയുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഗ്രീൻ ടീൻ്റെ ഗുണങ്ങളാണ്. ഇനി ഗ്രീൻ ടീക്ക് എന്തെല്ലാം ദോഷങ്ങളുണ്ട് എന്ന് നോക്കാം. കഫെയിനോട് സംവേദനക്ഷമതയുള്ള ആളുകൾക്ക് ഇൻസോംനിയ, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ്, ഡിപ്പെൻഡൻസ്, മസിൽ പെയിൻ, സ്റ്റൊമക്ക് അപ്സെറ്റ്, ഹെഡേക്സ് എന്നിവയെല്ലാം ഉണ്ടായേക്കാം. ഗ്രീൻ ടീയിൽ ടാനിൻസ് എന്ന സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഭക്ഷണത്തിൽ നിന്ന് ഇരുമ്പ് ആഗിരണം ചെയ്യുന്നത് തടയുന്നു. അതിനാൽ ഇരുമ്പിൻ്റെ അളവ് കുറവുള്ളവരിൽ ഭക്ഷണത്തിൻ്റെ കൂടെയോ ശേഷമോ ഗ്രീൻ ടീ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അമിതമായ ഗ്രീൻ ടീയുടെ ഉപയോഗം കാൽസ്യം ആഗിരണത്തെ തടസ്സപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് വിറ്റാമിൻ ഡി കുറവുള്ളവരും ഓസ്റ്റിയോപോറോസിസ് ഉള്ളവരും ഗ്രീൻ ടീയുടെ ഉപയോഗം മിതപ്പെടുത്തുന്നതാണ് നല്ലത്. വാർഫാറിൻ പോലുള്ള രക്തം നേർപ്പിക്കുന്ന മരുന്നുകളുടെ ഫലപ്രാപ്തിയെ തടസ്സപ്പെടുത്താനും ഗ്രീൻ ടീയിലെ കണ്ടൻറ്റുകൾ ഒരു കാരണമാണ്. ഇതൊക്കെയാണ് ഗുണങ്ങളും ദോഷങ്ങളും. ഗ്രീൻ ടീ ഉപയോഗിക്കുന്നവർ അതിൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.